കണിക്കൊന്നയും കണിവെള്ളരിയും കാർമുകിൽ വർണ്ണനയും കണി കാണാൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വരവായി. ഇന്നത്തെ നല്ല രുചിയിൽ വിഷുവിഭവങ്ങളാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഇന്ന് വിഷുവിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നത് രുചിപ്പെരുമയിൽ പേര് കേട്ട പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇന്ന് നമുക്ക് വേണ്ടി വിഷുരുചി ഇവിടെ ഒരുക്കുന്നത്. ഇന്ന് എന്ത് വിഭവമാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കാനായിട്ട് പോകുന്നത്? വിഷുക്കാലം പൊതുവെ മാങ്ങയുടെയും ചക്കയുടെയും കാലമാണല്ലോ. നമുക്കൊരു ചക്കപ്രഥമൻ ആദ്യം വയ്ക്കാം. ചക്കപ്രഥമൻ. അപ്പം ഇതിന് വേണ്ട ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചക്ക നല്ലോണം വളരെ നന്നായിട്ട് പഴുത്ത ചക്കയാണ് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് ശർക്കര, ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി, വറുത്തിടാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഒരു കുറച്ച് തേൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, നെയ്യ്. ഇത് നമ്മൾ 2-ാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 1-ാം പാലെടുത്തും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചക്ക നല്ലോണം വേവിക്കണം. തുടങ്ങാം. ആദ്യം നമ്മൾ ചക്ക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ലോണം പഴുത്ത ചക്കയാണ്, നമ്മൾ അരിഞ്ഞിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റി നല്ലോണം അടിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം സമയം എന്തായാലും എടുക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതിന് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിക്കകത്ത് അടിക്കാൻ കൊടുക്കാം. വേറെ എന്തൊക്കെ വിഭവങ്ങളാണ് വിഷുക്കാലത്ത് സ്പെഷ്യലായിട്ട്? വിഷു ഓണസദ്യയുടെ അത്ര ഒരു പ്രാധാന്യം വിഷുവിന് പൊതുവെ ഇല്ല. പക്ഷേ വടക്കൻ കേരളത്തിൽ കുറച്ച് പ്രാധാന്യമുണ്ട്. പക്ഷെ അവിടെ സദ്യക്കപ്പുറം കൈനീട്ടവും ഒക്കെയാണ്, പടക്കം പൊട്ടിക്കലാണ് പ്രധാനമായിട്ട്. ഈ പാചകരംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി തിരുമേനി? ഞാൻ 90കളിൽ, അതായത് 91-92 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് വളരെ ചെറിയ തോതിൽ പാചകം തുടങ്ങിയത്. 96 ആയപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു തണ്ടെണ്ണം വന്നിരുന്നു. 2000 മുതൽ വലിയ ഫങ്ഷൻസിനൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങി. 2003 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യാൻ തുടങ്ങി. വെള്ളം നോക്കി കളയണ്ട. വെള്ളം നമ്മൾ ഇതിലേക്ക് തന്നെ വെച്ചിട്ട് പരട്ടുന്ന സമയത്ത് നോക്കി വെള്ളം വറ്റിക്കുക. അപ്പോൾ അതിൻ്റെ സ്വാദ് പോകാതെ കഴിയും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശർക്കര ഉരുക്കണം. ഇത് അടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര നമ്മൾ ചക്കപ്പഴം വെട്ടിയെടുത്തിട്ട് അത് 1 കിലോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര എന്നാണ് എൻ്റെ കാണും. ഞാനിത് അപ്പുറത്തേ അടിച്ചിട്ട് വരാം. ശർക്കര ശരിക്കും മൂത്ത് തോന്നില്ല. അപ്പോൾ നമുക്ക് എടുത്താം. ഇത് നമുക്ക് ഉള്ളിലേക്ക് മാറ്റാം. അപ്പോൾ ആ മിക്സിയിൽ അടിച്ച ചക്ക ഉരുളിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉരുളിയിൽ ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിലേക്കാണ് ചക്ക ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ലേശം നെയ്യ് ഇതിൽ ചേർക്കും. ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടു. നമ്മളിലേക്ക് ശർക്കര ആഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്ന് അരിക്കാൻ നോക്കാം. മിക്സ് ചെയ്ത ചക്കയിലേക്ക് ശർക്കര ആഡ് ചെയ്യാണ്. ഈ
ശർക്കരയുടെ വെള്ളം കൂടി വറ്റണം. വറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കണം. ഒഴിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തിളയൊക്കെ വരുന്നുണ്ട് അതിൽ നിന്ന്. അപ്പൊ നമ്മുടെ ചക്ക ശരിക്ക് വരണ്ട് വന്നില്ലേ? ശർക്കര വെള്ളം മുഴുവൻ വറ്റി ഇത് നല്ലോണം വരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കാനായിട്ട് പോവാണ്. കുറച്ച് വെച്ച് തിളപ്പിക്കണം. നല്ല ഒന്നിച്ച് വെച്ചാൽ തിളയ്ക്കാൻ വേണ്ടി താമസം വരും. തിളച്ച് വരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും രണ്ടാം പാല് ഒഴിച്ച് ഒന്നും കൂടെയും കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഫ്ലേവേഴ്സ് അല്ല, അതായത് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് കലക്കി ചേർക്കാം. ഏലക്കപ്പൊടിയും ചുക്കുപൊടി. അടുത്തത് ചുക്കുപൊടി. ആദ്യം ഏലക്കപ്പൊടി ഇട്ടു, അടുത്തതായിട്ട് ചുക്കുപൊടി എടുത്തു. ജീരകപ്പൊടി. അടുത്തത് ജീരകപ്പൊടി. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് കുറയ്ക്കുകയോ ആകാം. തിളച്ച് വരട്ടെ. അധികം നേരം തിളയ്ക്കണ്ട. ഏതാണ്ട് നമ്മൾ ഇതിൻ്റെ ഈ പാലൊഴിച്ച് ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറുക്കാണ്ട് റെഡി ആയിട്ട് വരും. ഒന്നും കൂടെ കുറുകി കഴിയുമ്പോൾ ബാക്കി പാലും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ആ ചുക്കുപൊടിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണം നമുക്ക് ശരിക്കും വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് തിളച്ചാൽ നമുക്ക് തീ എടുത്തിട്ട് മറ്റേ തലപ്പാലി ആക്കാം, ഒന്നാം പാലി ആക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു. ഇപ്പോൾ വെറുതെ ആ ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തീ കെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്. അതിനുശേഷം വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കിലോ ചക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 1/2 കിലോ ഇതെടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 2 നാളികേരത്തിൻ്റെ പാൽ എടുക്കേണ്ടതുള്ളൂ. 2 നാളികേരത്തിൻ്റെ പാൽ ഒഴിഞ്ഞിട്ട് 1 ലിറ്റർ രണ്ടാം പാൽ എടുക്കുക. തലപ്പാൽ എടുത്തതിന് ശേഷം 1 ലിറ്റർ രണ്ടാം പാൽ വെള്ളം ചേർത്ത് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് തേൻ ചേർക്കാം. തീ കെടുത്തതിന് ശേഷം മാത്രം. അപ്പോൾ തീ കെടുത്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു. അതിനുശേഷം ഒരു പ്രത്യേക രുചിക്ക് വേണ്ടിയിട്ട് ഒരല്പം തേൻ ആഡ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അണ്ടിപ്പരിപ്പ് പുറത്തിടാം. അടുത്തത് നട്ട്സ് നമ്മൾ വറുത്തിടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യിലാണ് വറക്കുന്നത്. അപ്പം നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാണ്. ശരിക്കും മൂത്ത്. അപ്പോൾ നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ്, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് നമ്മൾ ഈ ചക്കപ്രഥമനിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. നമ്മുടെ ചക്കപ്രഥമൻ റെഡിയായി. ഇനി ഒന്ന് സ്വാദ് നോക്കാം. ഒരിക്കൽ കൂടി പറയാം. 1 കിലോ ചക്കാണ് നമ്മളിവിടെ എടുത്തിരുന്നത്. നല്ലോണം അത് ചക്ക 1 കിലോ ചക്ക പറയും. 1 കിലോ ചക്കപ്പഴത്തിൻ്റെ ചുള എടുത്തിട്ട് കിട്ടിയാണ് 1 കിലോ ചക്ക. അത് 1 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. 2 നാളികേരം ചെറുക്കി എൻ്റെ പാൽ ഒഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചക്ക വെച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നല്ലോണം വേവിച്ചതിന് ശേഷം മിക്സിക്കകത്തുകൊണ്ട് അടിച്ച് ഒട്ടും തരിയില്ലാതെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ഇതിൽ യോജിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ച്
കഴിഞ്ഞ് അതിൻ്റെ വെള്ളം മുഴുവൻ മറ്റി കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുവി വന്നപ്പോൾ ടീ എടുത്ത് തലപ്പാൽ ഒഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടി അത് കമ്പൽസറി അല്ല, എല്ലാ ആൾക്കാർക്കും ഇഷ്ടമല്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ ഇങ്ങനെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവെ എല്ലാവരും ആവശ്യപ്പെടാറുള്ളതുകൊണ്ടൊന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേനെടുത്ത പാത്രത്തിൽ തന്നെ പായസം എടുത്ത് കുടിക്കുന്നതാണ്. അപ്പോൾ ചക്കപ്രഥമൻ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. നല്ല മധുരമൊക്കെ ഉണ്ട്. ആ ചുക്കിൻ്റെയും ജീരകപ്പൊടിയുടെ ഒക്കെ നല്ലൊരു സ്വാദ് വരുന്നുണ്ട്. തിരുമേനി അപ്പോൾ ഗംഭീരമായിട്ടുണ്ട് ചക്കപ്രഥമൻ. താങ്ക് യു. അടുത്തതായിട്ട് എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ വിഷുക്കാലത്ത് ഏറ്റവും അധികം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചക്കപ്രഥമൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തത് ഒരു എള്ളുകറി എന്ന് പറയും. സാധാരണ എള്ളുകറി ഇത് സാധാരണഗതിക്ക് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് വയ്ക്കുന്ന സംഭവങ്ങളല്ല, അധികം കേട്ടില്ലാത്ത ഐറ്റമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് നിർബന്ധമാണ്, അതായത് ഈ കൊങ്ങിണിയും ബ്രാഹ്മണർക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഷഡ്രസങ്ങൾ, അതായത് ഒരു വെജിറ്റേറിയൻ സദ്യക്ക് വേണ്ടത് 6 രസങ്ങളാണ്. 6 രസങ്ങൾ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിക്കാണ് വെജിറ്റേറിയൻ സദ്യയുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എള്ളുകറി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ 6 രസങ്ങളും ഒന്നിച്ചുള്ളതാണ് എള്ളുകറി. എല്ലാത്തിൻ്റെയും രുചിയുണ്ട്. അതായത് മധുരമുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, ചവർപ്പുണ്ട്, ഉപ്പുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റം കൂടെ കൂടിയിട്ടുള്ള ഒരു പാവയ്ക്ക, ശർക്കര, പുളി, എല്ലാം. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭവമാണ്. അപ്പോൾ ഈ എള്ളുകറിക്ക് വേണ്ടുന്ന ചേരുവകൾ ഏതൊക്കെയാണ്? ചേരുവകളിൽ ഒരുപാടുണ്ട്. ചേരുവകൾ നമ്മൾ വയ്ക്കാനുള്ള സാധനങ്ങൾ ചേനയും പാവയ്ക്കും ചുണ്ടങ്ങ മാത്രമേ ഉള്ളൂ. ഈ ചുണ്ടങ്ങ അവൈലബിൾ അല്ലെങ്കിൽ ചെറിയ കത്തിരിക്ക വാങ്ങിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താലും നമുക്ക് ഈ എള്ളുകറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ചുണ്ടങ്ങ എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് അതാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യും. എള്ളുകറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചുണ്ടങ്ങയാണ്. ഈ 3 ഐറ്റമാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. ചുണ്ടങ്ങ കിട്ടുന്നില്ലെങ്കിൽ കത്തിരിക്ക ചേർത്താൽ മതി. പിന്നെ എന്തുകൊണ്ട് പുളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, കരുവേപ്പില. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നാളികേരം വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. നാളികേരം വറുത്തരയ്ക്കുമ്പോൾ നല്ലോണം ശരിക്ക് ചോക്കുന്ന രീതിയിൽ നാളികേരം നമ്മൾ വറക്കണം. വറക്കുമ്പോൾ ആ കൂടുതൽ മുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ചിട്ടാണ് വറക്കണം. അതിനുവേണ്ടി നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എള്ളുകറി ഉണ്ടാക്കാം. ചേന കഴുകി വെച്ചിരിക്കുന്ന ചേന നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. അടുത്തതായിട്ട് എന്താണ്? പാവയ്ക്ക. ഇതെല്ലാം ഒന്നും തന്നെ വയ്ക്കാം നമുക്ക്. ചുണ്ടങ്ങ ചേർത്തു, മഞ്ഞപ്പൊടി ഇട്ടു. വളരെ കുറച്ച് മുളക് പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. ചുണ്ടങ്ങ ഇട്ടു. അതിനുശേഷം മഞ്ഞപ്പൊടിയും ഒരല്പം മുളക് പൊടി ഇട്ടു. ഉപ്പ് പാകത്തിന് ഉപ്പും ചേർത്തു. അത് മനോഹരമാണ്. അളവ് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു പേസ്റ്റ്, അതായത് വളരെ തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അത് കാരണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് അടപ്പെടുത്തോളം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എള്ള് ആദ്യം നമുക്ക് വറക്കാം. എള്ള് നമുക്ക് വറക്കണം. ഇത് എള്ള് വറക്കാൻ പോവാണ്. കറുത്ത എള്ളാണ് ഇനി ഉപയോഗിക്കേണ്ടത്. കറുത്തുള്ള പാചകം അറിയാവുന്നല്ലേ. അപ്പോൾ നമ്മൾ എള്ള് വറുക്കാണ്. എള്ള് വറുത്ത് കഴിഞ്ഞ് അത് പൊടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പൊട്ടിത്തിറങ്ങാൻ നമുക്ക് നിർത്താം. ഇല്ലെങ്കിൽ കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ അത് പൊടിക്കുമ്പോൾ എണ്ണ തിരിഞ്ഞ് വരും. എള്ളിൻ്റെ അകത്ത് എണ്ണ ഉണ്ടല്ലോ. ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ട് നമുക്ക് നിർത്താം.
നമ്മൾ എള്ള് വറുത്തത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. വെളിച്ചെണ്ണ ഒരൽപ്പം ഒഴിച്ചു. അതിലേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഒരൽപ്പം ഉഴുന്ന് പരിപ്പ് ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. അപ്പം എണ്ണയിലേക്ക് നമ്മൾ ഒരൽപ്പം ഉഴുന്ന് പരിപ്പ് ഇട്ടു. അതിലേക്ക് നമ്മൾ തേങ്ങ ഇടുന്നു. ഇനി അതാവാൻ ഒന്നും കൂടെ സമയമെടുക്കും. അപ്പോഴത്തേനും നമ്മൾ ഒരൽപ്പം എണ്ണയും കൂടി ഒഴിച്ച് തേങ്ങ ഒന്നും കൂടെ വറുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു. നാളെ നമ്മൾ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തു. ഇനി അതിലേക്ക് മുളക് പൊടി. എന്തോരം അളവാണ് മുളക് പൊടി ഇട്ടേക്കുന്നത്? 3 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നു. നമ്മുടെ പച്ചക്കറി ഏകദേശം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അരക്കേണ്ടതുണ്ട്. ഇത് അരയ്ക്കാൻ വേണം, ഈ എള്ളു നമുക്ക് പൊടിക്കാൻ വേണം. പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഒരു മണമൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും കടല കിടക്കണം. അത് വേറെ കിടക്കുക. ഇനി നമുക്ക് നാളികേരം വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ അരയ്ക്കണം. തേങ്ങ വറുത്ത് വെച്ചേക്കണതിന് നമ്മൾ മിക്സിയിൽ അടിക്കാനായിട്ട് പോവുകയാണ്. അതിന് മുൻപ് നമുക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഇത് നമ്മൾ ശരിക്കും വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഇതിൽ തിരുമേനി പറഞ്ഞ പോലെ 6 രുചികളും ഒരുമിച്ച് വരുന്നു പറഞ്ഞപ്പോൾ പാവയ്ക്ക ഇട്ടപ്പോൾ അതിൻ്റെ ഒരു കയ്പുണ്ടാവും. ഇപ്പോൾ പുളി ഒഴിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പുളി രുചി നമുക്ക് ഈ കറിയിൽ കിട്ടും. ശർക്കര, അപ്പം മധുരത്തിനുള്ള ശർക്കര, പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ചു. ഇത്രയും നമ്മൾ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോകണം. ഇത് വെന്ത് ശരിയായി വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ അരച്ചിട്ട് വരാം. അപ്പോൾ അത് നോക്കണം, വെള്ളം വറ്റാണ്ട് നോക്കണം കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തിരുമേനി തേങ്ങ ഒക്കെ അരച്ചത് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എള്ളരച്ചതും എള്ള് പൊടിച്ചതും കൊണ്ടുവരുന്നുണ്ട്. വേവിച്ച പച്ചക്കറിയിലേക്ക് തേങ്ങ അരച്ചത്, തേങ്ങ മുളക് ചേർത്ത് വറുത്തരച്ചതാണ്. അപ്പോൾ തന്നെ ഒരു പേസ്റ്റ് പരുവായിട്ടുണ്ട് കറി. ഇനി നമ്മൾ എന്താ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ കറിയുടെ പരിപാടി കഴിഞ്ഞാണ്. ഇതിനെ വേവിച്ച് നമ്മൾ നാളികേരം കൂടെ അരച്ച് ചേർത്ത് തിളച്ച് നമുക്ക് തീ കെടുത്തതിന് ശേഷം നമ്മൾ എള്ള് പൊടിച്ചതിൻ്റെ മുകളിൽ വെറുതെ തീ കെടുത്തതിന് ശേഷം നമുക്ക് കടുക് താളിക്കണം.
പച്ചക്കറി നമ്മൾ ശരിക്കും വേവിച്ച ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിലേക്ക് കടുകും വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും വേപ്പിലയും കൂടി താളിച്ച് അതിലേക്ക് ചാലിക്കാൻ പോവുകയാണ്. എള്ളുകറി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഒരിക്കൽ കൂടി പറയാം. ചേന, പാവയ്ക്ക, ചുണ്ടങ്ങയാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ ചുണ്ടങ്ങ എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ലെങ്കിൽ കത്തിരിക്ക വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞാൽ മതി. അത് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വളരെ കുറച്ച്, കാരണം നമ്മൾ നാളികേരം മൂപ്പിച്ച് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കൂടുതൽ മുളക് പൊടി അതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കുന്നതാണ്. വളരെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇതിനോട് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ആദ്യം കുറച്ച് എള്ള്, നമ്മൾ കറുത്ത എള്ളാണ്, അത് നല്ലോണം പൊട്ടുന്ന വരെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചു. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചു. അപ്പോൾ നാളികേരം ഉഴുന്നുപരിപ്പിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു മുറി നാളികേരം ചതച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുത്ത് നല്ലോണം ചുവന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം അത് നമ്മൾ അരച്ചുകൊണ്ടെന്ന് വെച്ചു. മിക്സിയിൽ അടിച്ച് കൊടുക്കൊണ്ടെന്ന് വെച്ചു. കഷ്ണം നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാളംപുളി പിഴിഞ്ഞ് അതിലൊഴിച്ചു. നല്ലോണം ആ കൊടുത്ത് ശർക്കര ഇട്ടു. നല്ലോണം തിളച്ച് കഴിഞ്ഞ് ശർക്കര ഉരുകി നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നാളികേരം അരച്ചുകൊണ്ടെന്ന് അതിലേക്ക് ആഡ് ചെയ്തു. അത് വെച്ച് വീണ്ടും തിളപ്പിച്ച് നാളികേരം അരച്ച് ആഡ് ചെയ്ത് നല്ലോണം തിളപ്പിച്ച് കൂട്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ തീ എടുത്തിട്ട് എള്ള് പൊടിച്ച് വെച്ചിട്ട് അതിൻ്റെ മീതെ വിതറി അതിനുശേഷം കടുക് താളിച്ച് ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തു. അതാണ് എള്ളുകറിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എള്ളുകറി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എള്ളുകറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചുണ്ടങ്ങ നന്നായിട്ട് കടിക്കുന്നുണ്ട്. കടിക്കാൻ വരുന്നുണ്ട്. പാവയ്ക്കാട് ചെറിയ കയ്പുണ്ട്. പിന്നെ ഒരു എള്ളുണ്ടയുടെ ചെറിയൊരു സ്വാദ്, കാരണം എള്ളിന്റെ സ്വാദുണ്ട്. നല്ല വിഭവമാണ്. എല്ലാവർക്കും തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക രുചിയുണ്ട്. എള്ളുകറി വളരെ ഉഗ്രനായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വിഷുകാലത്ത് എല്ലാവർക്കും തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് ആയി നേരെ ചക്കപ്രഥമൻ ഉണ്ടാക്കി തന്നു, വെറൈറ്റി ആയിട്ട് എള്ളുകറി ഉണ്ടാക്കി തന്നു. അപ്പോൾ തിരുമേനിക്ക് പ്രത്യേകം നന്ദി. ചക്കപ്രഥമനും എള്ളുകറിയും കൂട്ടി എല്ലാവരും വിഷുസദ്യ ഗംഭീരമാക്കുക. അതോടൊപ്പം തന്നെ നല്ല രുചി പ്രേക്ഷകർക്ക് ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷുക്കാലം നേരുന്നു.